ഡ്രീം ഓഫ് സ്വപ്നം കാണുക. തിങ്ക് എബൌട്ട് സംതിങ് ദാറ്റ് യു വാണ്ട് വെരി മച്ച്. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ആലോചിച്ചു കൊണ്ടേയിരിക്കുക. വിഷ് ഓർ ഹോപ്പ് ഫോർ. ഡ്രീം ഓഫ് ബിക്കമിങ് എ ഡാൻസർ. ഒരു ഡാൻസർ ആകുന്നതിന് വേണ്ടി സ്വപ്നം കാണുക. അതിനെപ്പറ്റി തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കുക ഒരുപാട് ആഗ്രഹത്തോടു കൂടി. ഡ്രീം ഓഫ് ബൈയിങ് എ ന്യൂ കാർ. ഒരു പുതിയ കാർ വാങ്ങുന്നതിനെപ്പറ്റി സ്വപ്നം കാണുക. ഡ്രീം ഓഫ് മീറ്റിംഗ് ഹെർ. അവളെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയും ഇത് ഉപയോഗിക്കാം. ഏത് ടെൻസിലും ഇത് ഉപയോഗിക്കാം. ഇനി ഉപയോഗിക്കുന്നത് എങ്ങനെ നോക്കാം. ഞാൻ എപ്പോഴും ഒരു പുതിയ കാർ വാങ്ങുന്നതിനെപ്പറ്റി സ്വപ്നം കാണാറുണ്ട്. ഐ ഡ്രീം ഓഫ് ബൈയിങ് എ ന്യൂ കാർ. ഐ ഡ്രീം ഓഫ് ബൈയിങ് എ ന്യൂ കാർ. ഐ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഡ്രീം ഓഫ് എന്നുപയോഗിച്ചത്. ഐ, യു, വി, ദേ അതുപോലെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഡ്രീം ഓഫ് എന്ന് തന്നെ ഉപയോഗിക്കാം. അതിന് പകരം ഹി, ഷീ അങ്ങനെയുള്ള സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഡ്രീംസ് ഓഫ് എന്നുപയോഗിക്കണം. ഹി ഓൾവേസ് ഡ്രീംസ് ഓഫ് ബിക്കമിങ് ആൻ ആക്ടർ. അവൻ എപ്പോഴും ഒരു ആക്ടർ ആകുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണാറുണ്ട്. ഹി ഓൾവേസ് ഡ്രീംസ് ഓഫ് ബിക്കമിങ് ആൻ ആക്ടർ. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഐ ആം ഡ്രീമിങ് ഓഫ് കൺസ്ട്രക്റ്റിംഗ് എ ന്യൂ ഹൗസ്. ഞാൻ ഒരു പുതിയ വീട് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിനെപ്പറ്റി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. ഐ ആം ഡ്രീമിങ് ഓഫ് എന്നാണ് ഇവിടെ ഉപയോഗിച്ചത്. ഐ ആം ഡ്രീമിങ് ഓഫ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. ഐ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഐ ആം ഉപയോഗിച്ചത്. അതല്ല ഹി, ഷീ അതല്ലെങ്കിൽ സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഈസ് ഡ്രീമിങ് ഓഫ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഹി ഈസ് ഡ്രീമിങ് ഓഫ്, ഷീ ഈസ് ഡ്രീമിങ് ഓഫ്, റാണി ഈസ് ഡ്രീമിങ് ഓഫ് അങ്ങനെ ഉപയോഗിക്കണം. ഇനി പ്ലൂറൽ സബ്ജക്ട്സ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ദേ, വി അതുപോലെ വേറെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ആർ ഡ്രീമിങ് ഓഫ് എന്നുപയോഗിക്കണം. ദേ ആർ ഡ്രീമിങ് ഓഫ്, വി ആർ ഡ്രീമിങ് ഓഫ് അങ്ങനെ. ഇനി നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കാം. ഹി ഡ്രീംസ് ഓഫ് ബിക്കമിങ് എ മൂവി സ്റ്റാർ. അവൻ ഒരു മൂവി സ്റ്റാർ ആകുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണാറുണ്ട്. ദേ ഡ്രീംഡ് ഓഫ് മീറ്റിംഗ് യു. അവർ നിങ്ങളെ മീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് സ്വപ്നം കണ്ടു. ഡ്രീംഡ് ഓഫ് എന്നാണ് നമ്മൾ ഉപയോഗിച്ചത്. അത് പാസ്റ്റ് ടെൻസ് ആണ്. ഡ്രീംഡ് ഓഫ്. ഐ ഡ്രീംഡ് ഓഫ് സീയിങ് ഹിം ദർ. ഞാൻ അവിടെ അവനെ കാണുന്നതിനെക്കുറിച്ച് സ്വപ്നം കണ്ടു. ഐ ഡ്രീംഡ് ഓഫ് സീയിങ് ഹിം ദർ. ഇപ്പോൾ ഡ്രീം ഓഫ് എന്ന ഫ്രേസ് ഉപയോഗിക്കുന്നത് മനസ്സിലായില്ലേ?